ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു അടിപൊളി മഷ്റൂം ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ സവാള നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വേണം ഈ സവാള നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. 1 മിനിറ്റ് സവാള ചെറുതായി വഴറ്റിയെടുക്കാമേ. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 8-9 കഷ്ണം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിയ സൈസാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാമേ, കറിവേപ്പില. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തന്നെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1 സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. കുറച്ച് തക്കാളി സോസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്ര മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറിക്ക് വേണ്ടുന്ന ആവശ്യമായ മസാലകളെല്ലാം നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായി കൂട്ടി യോജിപ്പിക്കുക തിള വരുന്നത് വരെ. പ്രത്യേകമായി വെള്ളം കൂടാതിരിക്കുവാനായി ശ്രദ്ധിക്കണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് 400 ഗ്രാം മഷ്റൂമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. മഷ്റൂം നന്നായി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 15 മിനിറ്റോളം ഇതിനെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ നന്നായിട്ട് നല്ല തിളയെല്ലാം വന്നിട്ടുണ്ട്. നന്നായി വറ്റിച്ചെടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് നമുക്ക് സെർവ് ചെയ്യാനായി റെഡിയാക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഈ മഷ്റൂം കറി ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റാണ്. വളരെ ടേസ്റ്റിയായ ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി.